അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. എൻ്റെ പൊന്നു രേണു ചേച്ചി, നിങ്ങളായിട്ട് തന്നെ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് എറിഞ്ഞു കൊടുക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ മൂത്തമും സുധിലയത്തിലേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ. അവിടെ ട്രോഫിയുമായി ബന്ധപ്പെട്ട് സുധിച്ചേട്ടൻ്റെ ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങളൊക്കെ ഒന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ വേറൊരു കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വീട് സുധിലയം എന്ന് പറയുന്ന ആ വീട് ചോർച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആ വീട് ചോർച്ചയാണ്, ഇനി വേറെ വാടക വീട്ടിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. രേണുസുധിക്ക് പറയാനുള്ള മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ. അത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് രേണുസുധിക്ക് ആ വീട് കെട്ടിക്കൊടുത്തത്, അല്ലെങ്കിൽ മക്കൾക്ക് ആ വീട് ചെയ്തു കൊടുത്തത്. അപ്പോൾ അവർക്ക് പറയാനുള്ള കൂടെ നമുക്ക് കേൾക്കണ്ടേ? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോൾ ഈ സഹായിച്ച ആളാരായി? അല്ലെങ്കിൽ ഈ വീട് ചെയ്യാൻ വേണ്ടി അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചവരെല്ലാം ആരായി? ഇപ്പൊ വീട് പറ്റുന്നില്ല, വീട് ചോർച്ചപ്പൊക്കം പോരാത്തതിന് ഭീഷണിയും. ആ വീടിന്റെ ഹോം ടൂർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ് ഇത്രയും എത്ര നല്ല വീടാണ് എന്നുള്ളത്. ആ വീട് ഓപ്പൺ ആയ സമയത്ത് തന്നെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീട് തന്നെയാണ്. ആ വീട്ടിൽ എന്തോരം ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ ഹോം ടൂർ വന്നപ്പോൾ നമ്മൾ കണ്ട തന്നെയാണ്. ആ കണ്ട വീടല്ല ഇപ്പോൾ ഉള്ളത്. ആകെ മൊത്തം അലങ്കോലായി കിടക്കുന്ന വീടായിട്ടാണ് കിച്ചന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വീട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ പറയേണ്ട കാര്യമില്ല, അത്രയും വലിയ വീട്ടില് ഒരു ട്രോഫി വെക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പിന്നെ ചോർച്ച വന്നാലും വന്നില്ലെങ്കിൽ അതിശയമേ ഉള്ളൂ. ചോർച്ചയ്ക്ക് എന്തായാലും വരുമല്ലോ, കാരണം അങ്ങനത്തെ വീടാണല്ലോ അത്. വെറുതെ കിട്ടുന്നതിനൊരു വില ഉണ്ടാവില്ല എന്ന് പറയില്ലേ? കറക്റ്റ്, സത്യം, അതാണ് സത്യം. ആ വീട് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ആ വീട് ആരുടെയാണ്? പക്ഷെ അവിടെ ഇരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം അതിലുണ്ട്. ആ വീട്ടിന്റെ ഉടമസ്ഥരൊക്കെ അവിടെ ഗസ്റ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരൊക്കെയോ വന്ന് അവിടെ താമസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കിച്ചു ശരിക്കും മനഃപൂർവ്വം ഇട്ടൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും പറയാതെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണം, നമുക്ക് കാണിച്ചു തരണം ഇതാണ് അവസ്ഥ എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയായിരിക്കും വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. പറഞ്ഞാലും ആ വീട് കെട്ടിക്കൊടുത്തവർക്കൊക്കെ മുട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ പേരിലും നെഗറ്റീവായി, കാരണം ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീട് കെട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന രീതിക്കായില്ലേ, അവർക്ക് ഫുള്ള് നെഗറ്റീവായില്ലേ. ഈ വഴിയെ പോകുന്ന പാമ്പിനെ എടുത്തിട്ട് തോളുമേലിടുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തോന്നിക്കാണും, ഷുവറായിട്ട് എന്തായാലും തോന്നിക്കാണും. ഇതോ ഭാഗ്യത്തിന് ആ വീട് രേണുവിന്റെ പേരിലായില്ല, കിച്ചുവിന്റെ പേരിലും ഋതപ്പന്റെ പേരിലും ആയത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെ എന്ന് പറയാം. എന്തുകൊണ്ടാണ് രേണുസുധിക്ക് ഇത്ര നെഗറ്റീവ്? ഒരു കാരണമില്ലാതെ ആൾക്കാരിങ്ങനെ കുറ്റം പറയൂ, ആൾക്കാരിങ്ങനെ നെഗറ്റീവ് പറയൂ. അവർക്ക് വർക്കുകൾ കിട്ടുന്നതുകൊണ്ടോ അവർ നല്ല രീതിയിൽ ഫെയിം ആവുന്നത് കൊണ്ടോ ഒന്നും ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കി സുഖമായി ജീവിക്കുന്നത്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മണ്ടത്തരങ്ങളും ശുദ്ധം വിഡ്ഢിത്തങ്ങളും പറയുന്നുണ്ടല്ലോ, അത് ആദ്യം ഒന്ന് കുറച്ചെന്ന് വെച്ചാൽ പാതി പ്രശ്നങ്ങളും തീരാവുന്നതേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ വഷളാവുന്നതിന് മുമ്പ് തന്നെ കിച്ചു ഇതിനെപ്പറ്റി പറയണമെന്ന്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ നല്ലതായാലും ചീത്തയായാലും എന്തായാലും കിച്ചുവിൻ്റെ ഒരു മറുപടി, അല്ലെങ്കിൽ കിച്ചു ഒന്ന് രംഗത്ത് വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.